ഞാൻ സത്യം പറഞ്ഞ ഡയറ്റുകളൊന്നും വിശ്വസിക്കുന്നില്ല. ഹോണസ്റ്റ്ലി പറഞ്ഞാൽ ഇപ്പോൾ പല ഡയറ്റുകൾ വരുന്നുണ്ട്. കാർണിവോറസ് മീറ്റ് മാത്രമുള്ള ഡയറ്റ്, അല്ലെങ്കിൽ കീറ്റോൺ മാത്രമുള്ള ഡയറ്റ്, ഇതൊക്കെ ആ ഒരു സമയത്തൊക്കെയാണ്. മാത്രമല്ല ഈ കാർണിവോറസ് ഡയറ്റിൻ്റെ ഒക്കെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് പല ഉദ്ദേശിക്കുന്ന ചിലപ്പോൾ നമ്മുടെ എല്ലാ ന്യൂട്രിയൻസും നമ്മുടെ ബോഡിയിൽ കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്ന ഒരു ഞാനത് റെക്കമെൻഡ് ചെയ്തല്ല കേട്ടോ. അല്ലല്ല, ഞാൻ പറയാണ് ഹോൾ ഫുഡ്, ഹോൾ സോളിഡ് നാച്ചുറൽ ഫുഡ്, അൺപ്രോസസ്ഡ് ഫുഡ് കഴിക്കുക. വേറെ ഒന്നും നമ്മൾ ചെയ്യാനില്ല. ഇതിൽ ഭയങ്കര വലിയ സയൻസിനെ കുറിച്ച് വലിയ കാര്യങ്ങൾ ഒന്നുമില്ല. രാവിലെ ഇച്ചിരി എന്തെങ്കിലും വല്ല പോറിച്ചോ ഓട്സോ കഴിക്കാനകത്ത് കുറച്ച് ഫ്രൂട്ട്സ് ഇടുക, അല്ലെങ്കിൽ യോഗട്ട് ഒഴിച്ച് തലേന്ന് ഫ്രിഡ്ജിൽ വെച്ച് പിറ്റേന്ന് രാവിലെ കഴിക്കുക. നമുക്ക് കഴിക്കാൻ പറ്റിയ സാധനങ്ങളാണ്. ഉച്ചയ്ക്ക് വേണമെങ്കിൽ കുറച്ച് ചോറുണ്ട. എല്ലാത്തിലും ഞാൻ പറഞ്ഞ ഒരു 80% കഴിക്കുക. 80% വയറ് നിറയ്ക്കുക, ബാക്കി അവിടെ മാറ്റി വെക്കുക. പ്രോട്ടീൻ കഴിക്കുക. ഇടയ്ക്കിടയ്ക്ക് വെജിറ്റേറിയൻ ആണെങ്കിൽ നല്ല ഇഷ്ടംപോലെ പ്രോട്ടീൻ ഉണ്ട്. പൾസസ് തന്നെ പലതരത്തിൽ, പയറുതോരൻ അല്ലേ, അല്ലെങ്കിൽ എന്തൊക്കെ സാധനം, കടല, കപ്പലണ്ടി, ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം മീറ്റ് ആണെങ്കിൽ എന്തൊക്കെ സാധനങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിക്കുക. പക്ഷേ എല്ലാത്തിനും ഒരു ബാലൻസ് കൊടുക്കുക. ഒരു 80% വയറ് നിറയ്ക്കുക എന്ന് പറയുന്നിടത്താണ് ഐ തിങ്ക്. അല്ല, അത് തന്നെയാണ് ബ്രോ, ഇത് തന്നെയാണ് ഇതിന്റെ ഒരു അൾട്ടിമേറ്റ്ലി ഇതിന്റെ ഒരു സംഭവം എനിക്ക് മനസ്സിലായത്. ഇതിനൊറ്റ ഇതേ ഉള്ളൂ ബ്രോ. നമ്മൾ ഈ വീഡിയോ ഉദ്ദേശിക്കുന്നത് റിയലി സ്പീക്കിംഗ് ഒരു 50-60-ലും ഒരു ഹെൽത്തി ആയി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എൻ്റെ ഒരു അൾട്ടിമേറ്റ് റോള് എന്ന് പറഞ്ഞാൽ, ഞാനിത് പ്രൈമറി ഹെൽത്തിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ഞാൻ വർഷങ്ങളായിട്ട് ഈ ആൾക്കാരുടെ ബുദ്ധിമുട്ടുകൾ കാണുന്നതാണ്. ആരോ ഒരാൾ പറഞ്ഞിട്ടുണ്ട്, വളരെ ശരിയാണ്, അവസാനത്തെ 10 വർഷം എന്ന് പറയുന്നത് നിങ്ങളുടെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാലഘട്ടം ആക്കി മാറ്റരുത്. തീർച്ചയായും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് അവിടെ മണിയല്ല നമുക്ക് ഹെൽപ്ഫുൾ. സ്വന്തമായിട്ട് എഴുന്നേറ്റ് 10 സ്റ്റെപ്പ് കടക്കാൻ പറ്റുമെങ്കിൽ യു ആർ ദ റിച്ചസ്റ്റ് മാൻ ഇൻ ദ വേൾഡ്. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ ഒരു പ്രധാന കാര്യമാണ് നമ്മളുടെ ഒരു 60 വയസ്സ് കഴിഞ്ഞാൽ വീഴ്ച. നമുക്ക് മസിലിനോ ബോഡിക്കോ ബലമില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ബുദ്ധിമുട്ടാൻ പോകുന്ന, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, കാരണം ഈ വീഴ്ച കൊണ്ട് മരണം സംഭവിക്കാം, ഈ വീഴ്ച കൊണ്ട് ഫ്രാക്ചർ ഉണ്ടാകും, ഡിസബിലിറ്റി ആവാം. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ട് അവോയ്ഡ് ചെയ്യേണ്ടത്. ഒന്ന്, ഒരു 60 വയസ്സ് കഴിയുമ്പോൾ ഉള്ളൊരു വീഴ്ച, ഫോൾസ്. അതോടൊപ്പം തന്നെ അവസാനത്തെ ലാസ്റ്റ് 10 വർഷം ബുദ്ധിമുട്ടാതെ ജീവിക്കുക. ഇത് രണ്ടിനും എന്തൊക്കെ ചെയ്യാം എന്നുള്ളത് നമ്മളിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാം. നിങ്ങളിപ്പം സ്റ്റോക്കിലൊക്കെ കാശ് ഇൻവെസ്റ്റ് ചെയ്ത് ഭാവിയിലേക്ക് ആലോചിക്കുന്നുണ്ട് എന്ന് പറയുന്ന പോലെ, വൈ നോട്ട് യു ഇൻവെസ്റ്റ് ഇൻ യുവർ ഹെൽത്ത്? അല്ല, അതാണ് ഞാൻ പറഞ്ഞത് ബ്രോ. അതാണ് അതിന്റെ കറക്റ്റ്. ഞാൻ പറഞ്ഞത് ഇത് യു ലീവ് ഓൺലി വൺസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോ അല്ല. മാത്രമല്ല, നമ്മൾ ഈ രാജ്യത്താണ് ജീവിക്കുന്നതെങ്കിൽ ഒരു ഇൻഡിപെൻഡൻസി നമുക്ക് അത്യാവശ്യമാണ് വയസ്സാങ്കാലത്ത്. കാരണം മസിലിനും ബോഡിക്കും ഒക്കെ അത്യാവശ്യം ഹെൽത്ത്, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിച്ച് വലിയ കുഴപ്പമില്ലാതെ മരിച്ച പ്രശ്നമില്ല. നമ്മൾ ലൈഫ് കീനാണ്. പക്ഷേ നമ്മൾ ഒത്തിരി ലൈഫ് മൊത്തം നല്ല രീതിയിൽ ജീവിച്ചിട്ട് അവസാനത്തെ കുറേ നാൾ കഷ്ടപ്പെട്ട് മരിക്കുന്നതിന് വേണ്ടി മാനസിക പ്രശ്നങ്ങൾ, അതായത് ശാരീരിക പ്രശ്നങ്ങൾ തന്നെയാണ് മാനസിക പ്രശ്നങ്ങളിലേക്ക്. അതാണ് പറഞ്ഞത് ബ്രോ. ലാസ്റ്റ് ആയിട്ട് ഒരു സാധനം കൂടെ പറയാം. എൻ്റെ അപ്പച്ചനൊക്കെ എനിക്ക് തോന്നുന്നു ഹാപ്പി ആയിട്ടായിരിക്കും മരിച്ചത്. 92 അങ്ങനെ എന്തോ വയസ്സിലാണ് പുള്ളി മരിച്ചത്. പക്ഷേ അതിൻ്റെ തലേ ദിവസം വരെ എണീറ്റ് കൃത്യമായ അയാളുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു ചായക്കടയിൽ പോയി ചായ കുടിച്ചിട്ട് വരുന്ന മനുഷ്യന് സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെയുള്ളവരെയാണ് കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള വയസ്സായിട്ടുള്ള ആൾക്കാർ എന്നെ ഉപദേശിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ കഥകൾ പറഞ്ഞു വരുന്നതിനേക്കാളും അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ കണ്ടിട്ട് ഞാൻ അവരോട് ചോദിക്കാറുണ്ട്, ചേട്ടാ എങ്ങനെയാണ് ഇങ്ങനെ ഈ ഒരു പ്രായത്തിൽ ഇത്ര എനർജി? I admire them so much. അത്തരത്തിലുള്ള ആൾക്കാർ, അവരുടെ എഫേർട്ടാണല്ലോ ഇന്ന് കാണുന്നത്. അബ്സല്യൂട്ട്ലി. പിന്നെ ഇതിനകത്ത് മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ചില അൺനാച്ചുറൽ ആയിട്ടുള്ള കോഴ്സുകൾ നമുക്ക് പലതും വരാം. ചിലപ്പം ക്യാൻസർ പോലും ഇന്നത്തെ കാലത്ത് ലൈഫ് സ്റ്റൈലിൽ നിന്നാണ് കൂടുതൽ ഉണ്ടാവുന്നത്. ബട്ട് അത് അൾട്ടിമേറ്റ്ലി അല്ലാതെയൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ജനറ്റിക് ആയിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ടാവും. അതൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ബട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാതിരുന്നിട്ട് അവസാന കാലത്തിൽ നമ്മൾ ബുദ്ധിമുട്ടായിരിക്കുക. അത് ഞാൻ കണ്ടിട്ടുള്ളതാണ്, എൻ്റെ കണ്ണിലൂടെ എല്ലാ ദിവസവും ഞാൻ കാണുന്നതാണ്. അപ്പം അതുകൊണ്ട് ആ വേദനകളും ബുദ്ധിമുട്ടുകളും ആൾക്കാരുടെ മാനസിക പ്രശ്നങ്ങളും ഒക്കെ കാണുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ആരും പോരുത് എന്നുള്ള ഒരു ഒറ്റ ഉദ്ദേശം കൊണ്ടാണ് നമ്മൾ ഈ പോഡ്കാസ്റ്റ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. മാത്രമല്ല, നിങ്ങൾക്ക് ഹെൽത്ത് ടിപ്സ് നല്ല ടിപ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും ഇടുക. എന്താണ് ബ്രോ? തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുന്നത്. അപ്പം നമുക്കറിയാവുന്ന കാര്യങ്ങൾ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇതോടൊപ്പം തന്നെ ചിലപ്പോൾ നിങ്ങൾക്കും കാണും എന്തെങ്കിലും ഹെൽത്ത് ടിപ്സുകൾ. കാരണം എല്ലാവരും ഞാൻ വിചാരിക്കുന്ന ഓരോ മനുഷ്യനും സയൻറ്റിസ്റ്റുകളാണ്. കാരണം അവരുടെ ജീവിതം മൊത്തം അവർ പരീക്ഷിച്ചവരാണ്. കൂടുതൽ വയസ്സാവുന്ന അനുസരിച്ച് കൂടുതൽ എക്സ്പീരിയൻസ് സയൻറ്റിസ്റ്റുകളാണ്. അപ്പം നിങ്ങൾ
നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ എന്താണ് ഡെയിലി ചെയ്യുന്നതെന്ന് നമ്മളോട് പറയാം. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഫോളോ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. കാരണം നമുക്ക് ഇഷ്ടംപോലെ വ്യൂവേഴ്സ് ഉണ്ട്, പക്ഷേ അവരെല്ലാവരും തന്നെ ഫോളോ ചെയ്യുന്നില്ല. അപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇതുപോലെ തന്നെ നാളെ നല്ല നല്ല കണ്ടൻസുകൾ പല നല്ല ഗെറ്റ്സിനെ കൊണ്ടുവരാൻ പറ്റും. അതോടൊപ്പം ഞങ്ങൾ എവിടെയും പോകുന്നില്ല, ഞങ്ങൾ ഇവിടെ തന്നെ കാണും എന്നുള്ളൊരു പ്രോമിസ് കൂടെ ഉണ്ട്. അപ്പം എന്തായാലും താങ്ക് യു. സോ ലെറ്റ്സ് അപ്പോൾ അടിച്ചു പൊളിക്കുക സമ്മർ.